അപ്പം ഇന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പത്തിരിയും ബീഫൊക്കെ തന്നെയാണ്. വേറെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കുന്നില്ലല്ലോ. ബാലൻസ് എന്താണേലും കാണും. ഒറ്റയടിക്ക് വെച്ച് തീർക്കത്തില്ല. കാരണം ഇപ്പം നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നും ഇറച്ചി ആയതുകൊണ്ട് മടുപ്പായിരിക്കും. അപ്പോൾ പിന്നെ കുറേശ്ശെയാണ് വയ്ക്കാറുള്ളൂ. അപ്പം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പത്തിരിയും ബീഫൊക്കെ തന്നെയാണ് സ്പെഷ്യലായിട്ടുള്ളൂ. പിന്നെ ഇന്നലെ പൊരി ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല. അതിന് പകരമായിട്ട് ഇന്നുണ്ട്. ഇന്ന് കട്ട്ലേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഇല്ലാത്തതിൻ്റെ പരാതിയായിട്ട് വാപ്പച്ചി ഇന്ന് കട്ട്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളെന്നൊക്കെ പറയണത് ഇന്നലത്തെ ബാലൻസ് തന്നെ എല്ലാം ഉണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് എടുത്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോമ്പിൽ ഇപ്പം പറയണ്ടല്ലോ, ഭയങ്കര ചൂടിൻ്റെ ടൈമല്ലേ, ഒരു രക്ഷയില്ല. അത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തൊണ്ടയൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. പിന്നെ കിച്ചണിലെ പണിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടിയാൽ മതി എന്നാണ്. അപ്പം വേറെ ജ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് എന്താണേലും നിർബന്ധമായിട്ട് വേണ്ടതാണ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. അപ്പോൾ അതെന്താണേലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. വേറെ പുതിനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണമെന്നില്ല. ജസ്റ്റ് നാരങ്ങയും പഞ്ചസാരയും ഐസും വെള്ളവും കൂടെ ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാറുള്ളൂ. അത് കുടിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. കാര്യം അതിൻ്റെ സൈഡിൽ കൂടെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ അതൊന്നും എന്താ പറയുക, മൈൻഡ് ചെയ്യാറില്ല, അങ്ങോട്ട് കുടിച്ചു പോവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ ചായ ഞാൻ വൈകിട്ട് നോമ്പ് തുറക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഉണ്ടാക്കാറുള്ളൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ കുടിക്കാറില്ല. അപ്പം ഒരു 10-15 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കുകയാണ് പതിവ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കില്ലാത്ത ആളാണ്. പിന്നെ ഏലക്കയൊക്കെ ഇട്ട് കുടിച്ചു തുടങ്ങിയ പിന്നെ ആട്ടോ ആ ഫ്ലേവറിൻ്റെ ഒരു ഇതും കൊണ്ട് കുടിക്കുന്നതാണ്. അപ്പോൾ അതും കൊണ്ട് ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ ഏലക്കയുടെ ചെറിയൊരു കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഏലക്ക ഒക്കെ പൊക്കിക്കൊണ്ടാണ് പോരാറ്, ഇങ്ങനെ ചായയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത് കുറച്ച് ആഡ് ചെയ്തിട്ടാണ് പാൽ ചായ ഉണ്ടാക്കാറ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുറച്ച് കിഴങ്ങിട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബീഫ് കഴിക്കില്ല. അപ്പോൾ ബീഫ് കഴിക്കില്ലാത്തവർക്ക് കിഴങ്ങും ചാറ് കറി കഴിക്കാമല്ലോ എന്നോർത്തുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നാരങ്ങ വെള്ളം മാത്രമാണ് ഉണ്ടായുള്ളൂ. പിന്നെ വൈകിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് അനിയനാണെങ്കിൽ കരിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് അവൻ കരിക്ക് ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ അത് കുടിക്കാനായിട്ട് എടുത്തില്ല. അതാണ് വിട്ടുപോകാൻ കാരണം.